വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹുസൈൻ മടവൂർ. കാരുണ്യമാണ് മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട വികാരം. കരുണ പറ്റിയ സമൂഹത്തിൽ ജീവിക്കുക ഏറെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ടുതന്നെയാണ് എല്ലാ ജീവികളിലും ഏതെങ്കിലും തരത്തിലുള്ള കാരുണ്യം ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത്. തള്ളപ്പക്ഷികൾ പക്ഷിക്കുഞ്ഞുങ്ങളോടും തള്ളമൃഗങ്ങൾ അവയുടെ കിടാങ്ങളോടും കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും കാരുണ്യഭാവമെന്ന പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ കാരുണ്യത്തെക്കുറിക്കുന്ന പദമാണ് റഹ്മത്ത്. അല്ലാഹു റഹ്മാൻ, അതായത് കാരുണ്യവാൻ ആണെന്നർത്ഥം. ലോകത്തുള്ള സകല മനുഷ്യരും ജന്തുജാലങ്ങളും മക്കളോടും മറ്റുള്ളവരോടും കാണിക്കുന്ന കാരുണ്യം ദൈവകാരുണ്യത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യർ കാരുണ്യവാന്മാരാവണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. കരുണയില്ലാത്തവർ ക്രൂരന്മാരായിത്തീരും എന്നതും നമ്മുടെ അനുഭവമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് ലോകർക്ക് കാരുണ്യമാണ്, റഹ്മത്തുൻ ലിൽ ആലമീൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരോടും കാരുണ്യം ചൊരിയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളതും. ശ്രീ നാരായണഗുരുവിൻ്റെ വിവരണം കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ്. അത് കാരുണ്യവാനായ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഗുരുദേവൻ വിവരിച്ചതാണ്. ലോകത്തുള്ള എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം എന്നും ദൈവം നിങ്ങൾക്ക് കരുണ ചൊരിയും എന്നും നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരോടും പക്ഷി മൃഗാദികളോടും കാരുണ്യത്തോടുകൂടി പെരുമാറുവാൻ മനുഷ്യന് സാധിച്ചാലേ മനുഷ്യൻ്റെ ഈ കാരുണ്യഭാവം എല്ലാവർക്കും അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശക്കുന്നവന് ഭക്ഷണം നൽകാനും രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യാനും ഉൾപ്രേരണ ലഭിക്കാത്ത മനുഷ്യൻ ക്രമേണ കഠിന ഹൃദയനായി മാറും. അത്തരം ആളുകൾ ജീവിക്കുന്ന കുടുംബവും അയൽപ്പക്കവും നാടും സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെയും അക്രമങ്ങളുടെയും സ്ഥലങ്ങളായി മാറും. ഉള്ളത് പങ്കുവച്ച് ജീവിക്കുവാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ മനുഷ്യത്വം പൂർണ്ണമാവുന്നത്. മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്തവർ ആരെയും സഹായിക്കുകയില്ല. മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നവർ തന്നെപ്പോലെ മറ്റുള്ളവരെയും പരിഗണിക്കും. അയൽവാസിക്ക് അയൽവാസിയോട് പ്രത്യേകമായ ചില കടമകൾ ചെയ്തു തീർക്കാനുണ്ടെന്ന നബി വചനം വളരെ പ്രസിദ്ധമാണ്. നല്ല മനുഷ്യരുടെ അയൽപ്പക്കം എല്ലാവരും ഇഷ്ടപ്പെടും. നല്ല മനുഷ്യരുടെ അയൽപ്പക്കത്തുള്ള വീടിനും പുരയിടത്തിനും കൂടുതൽ വില നൽകേണ്ടി വന്നതായി ചരിത്രത്തിലുണ്ട്. കാരുണ്യവാന്മാരായി ജീവിക്കണമെങ്കിൽ നമുക്ക് സഹജീവി സ്നേഹമുണ്ടാവണം. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായും മറ്റുള്ളവരുടെ സന്തോഷം സ്വന്തം സന്തോഷമായും കരുതുന്നവർക്ക് മാത്രമേ സഹജീവി സ്നേഹമുണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും എല്ലാ കാലത്തും മറ്റുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ ഒരു നല്ല വാക്ക് പറയാനും മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാനും ആർക്കും സാധിക്കും. നീ നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നീ അയാൾക്ക് നൽകുന്ന ഒരു ദാനധർമ്മമാണെന്ന നബിവചനം മനുഷ്യർക്കിടയിൽ നിലനിൽക്കേണ്ട നന്മ നിറഞ്ഞ പെരുമാറ്റ മര്യാദ എത്രമാത്രം മഹത്തരമാണെന്ന് വിളിച്ചോതുന്നുണ്ട്. ഹുസൈൻ മടവൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.